ഇപ്പം നമ്മൾ ഈ വേദനകളെ പറ്റി പറയുമ്പോൾ എനിക്കൊന്ന് പ്രത്യേകിച്ച് മുട്ടുവേദന പോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാ മുട്ടുവേദനയ്ക്കും ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഗ്രേഡ് 1, 2 അല്ലെങ്കിൽ പ്രാഥമിക ഘട്ടത്തിൽ നിൽക്കുന്ന പ്രശ്നങ്ങളാണ്, അതുമൂലം ഉണ്ടാകുന്ന വേദനകളാണെങ്കിൽ PRPയിലൂടെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നേരിൽ വന്ന് കണ്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു എക്സ്റേയുടെ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. 100% ഇത് PRP കൊണ്ട് തീരുന്നത് പ്രശ്നമാണോ എന്നുള്ളത്. ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ പെയിൻ മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ രാകേഷ്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ പറയുന്നത് വേദന അകറ്റാൻ റീജനറേറ്റീവ് മെഡിസിൻ എന്നാണ്. റീജനറേറ്റീവ് മെഡിസിൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണിതെന്നൊന്ന് വിശദമാക്കാം. റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കോശങ്ങൾ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ടായിരിക്കാം. എല്ല് തേയ്മാനത്തിലാണെങ്കിൽ കാർട്ടിലേജ് ആയിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ടെന്നീസ് എൽബോ പോലുള്ള അസുഖങ്ങൾ, പ്ലാന്റാർ ഫേഷ്യേറ്റീസ് പോലുള്ള അസുഖങ്ങളാണെങ്കിൽ ഒരു ടെൻഡൻ ആയിരിക്കാം അവിടെ ഡീജനറേഷൻ അഥവാ നാശത്തിന് ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പണ്ട് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാർട്ടിലേജ് ആണെങ്കിലും ടെൻഡൻ ആണെങ്കിലും ഒരിക്കലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതിന് തിരിച്ചുവരവില്ല എന്നുള്ള രൂപത്തിലായിരുന്നു നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റിനെ കണക്കാക്കിയിരുന്നു. പക്ഷേ നമ്മളൊരു തുടക്കത്തിലെ അത് നമ്മൾ കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെയുള്ള പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, സ്റ്റെം സെൽ എന്നിവയൊക്കെ വേർതിരിച്ചെടുത്തുകൊണ്ട് നമ്മൾ ആ നഷ്ടപ്പെട്ടൊക്കെ പോയ കാർട്ടിലേജിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ടെൻഡന്റെ ഭാഗത്തോ ഇഞ്ചെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ കോശങ്ങൾ തിരിച്ചെടുക്കുവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മുടെ ശരീരം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൽ തന്നെ കാണപ്പെടുന്ന കോശങ്ങളെ ഉപയോഗിച്ച് നമ്മുടെ കോശങ്ങൾ തന്നെ റിപ്പയർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ശാഖയാണ് റീജനറേറ്റീവ് മെഡിസിൻ. അതായത് നമ്മൾ PRP എന്നറിയപ്പെടുന്ന പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, പിന്നെ ഡോക്ടർ പറയുന്ന സ്റ്റെം സെൽ തെറാപ്പി, ഇത് രണ്ടാണോ അതോ ഇത് രണ്ടും മാത്രമാണ് ഇതിനുള്ളത്? അതായത് ഒരു കോശം നമ്മൾ മറ്റൊരു കോശത്തിന്റെ ഏരിയയിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ കോശത്തിനെ എവിടെയാണോ ഡെപ്പോസിറ്റ് ചെയ്തത്, അതിപ്പോൾ PRP എന്ന് പറയുന്നത് കാർട്ടിലേജിന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ടെൻഡനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ശാഖയല്ല. അതിപ്പോൾ മുടി തഴച്ചു വളരാൻ വേണ്ടിയിട്ടും ഒക്കെ ഡെർമറ്റോളജിസ്റ്റും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ കോശങ്ങൾ എവിടെയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അവിടെയുള്ള ഒരു കോശമായിട്ട് ഇതിന് മാറാനുള്ള ഒരു ശേഷിയുണ്ട്. അപ്പോൾ ഈ PRP എന്ന് പറഞ്ഞ കൂടുതലും അതിൽ ഉൾപ്പെടുന്ന കമ്പോണൻസ് അവിടെയുള്ള കോശങ്ങളെ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. പക്ഷെ പലപ്പോഴും സ്റ്റെം സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 10, 5, 10 ഇരട്ടി ശക്തിയുള്ള കോശങ്ങളാണ്. അതിന് അവിടത്തെയുള്ള കോശങ്ങളായി മാറാനുള്ള ഒരു കഴിവ് PRPയോട് ഒരു കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 10%, 10 ഇരട്ടിയോളം കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇത്തരം വേദനകളുമായി വരുന്ന ഒരാൾക്ക് PRP ആണോ സ്റ്റെം സെൽ തെറാപ്പി ആണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ രണ്ടും അവൈലബിൾ ആണ്. ബട്ട് ഒരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ ആയിട്ട് വരുന്ന, അസ്ഥിക്ഷയമൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ സ്റ്റെം സെൽ തെറാപ്പി പോലെയുള്ള ഒരു തെറാപ്പിയുടെ കോസ്റ്റ് വേഴ്സസ് ബെനിഫിറ്റ്, അതായത് അതിന്റെ ഒരു കോസ്റ്റിന്റെ ഒരു വിഷയം കൂടി വരുന്നത് കൊണ്ടാണ് സ്റ്റെം സെൽ തെറാപ്പി നമ്മൾ പലപ്പോഴും പറ്റാത്തത്. പക്ഷേ തുടക്ക സമയത്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയിലൂടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ അവിടുത്തെ കോശങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇപ്പം ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ കോസ്മെറ്റിക് ഒരു ഏരിയയിലാണ് നമ്മൾ അധികം PRP കേട്ടിട്ടുള്ളത്. സ്കിന്നിൽ കേട്ടിട്ടുള്ളത്. പക്ഷെ വേദന എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അസ്ഥിക്ഷയം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നീലാണെങ്കിൽ അവിടെ കാർട്ടിലേജ് നഷ്ടപ്പെട്ടുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള ജോയിന്റുകളിലെ ബോണുകൾ, അസ്ഥികൾ തമ്മിൽ ഉരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷൻ മൂലമാണ് അവിടെ ഒരു വേദന വരുന്നത്. അപ്പോൾ ഒരു ഗ്രേഡ് 1, 2 അവസ്ഥയിൽ എത്തുന്ന നീ പെയിൻ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ കാർട്ടിലേജ് റീജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ കാരണം മാറ്റിക്കൊണ്ട് നമ്മൾ അതിന്റെ വേദന മാറ്റുവാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ തുടക്കത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ റീജനറേറ്റീവ് തെറാപ്പിയിലൂടെ നമുക്ക് വേദന മാറ്റുവാൻ വേണ്ടി സാധിക്കും. നമ്മൾ വേദന മാറ്റാൻ വേണ്ടി ചെയ്യുന്നതല്ല, അതിന്റെ രോഗാവസ്ഥ പൂർണ്ണാവസ്ഥയിലേക്ക് മാറുമ്പോൾ വേദന കൂടെ ഒപ്പം മാറുന്നേ ഉള്ളൂ. ആദ്യത്തെ, അതായത് സ്റ്റേജ് 1, 2 എന്നൊക്കെ പറയുന്നത് പ്രാഥമിക ഘട്ടങ്ങളിൽ തന്നെ അതായത് ഒരു ജോയിന്റ് സ്പേസ് ഒരുപാട് കാർട്ടിലേജ് ഒന്നും നഷ്ടപ്പെടാത്തൊരവസ്ഥയിൽ 3, 4 എത്തിക്കഴിഞ്ഞാൽ കാർട്ടിലേജ് ഒരുപാട് നഷ്ടപ്പെട്ടു, അപ്പുറത്തുള്ള അസ്ഥികൾക്ക് ക്ഷയം സംഭവിച്ചു, അതിന് ഒരുപാട് കേടുപാടുകൾ സംഭവിച്ച ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അവിടെ ഒരു കാർട്ടിലേജ് വീണ്ടും രൂപപ്പെട്ടത് കൊണ്ട് അവിടെ ഒരു വേദന മാറാനോ ആ രോഗാവസ്ഥ പരിപൂർണാവസ്ഥ
പ്രീവിയസ് അവസ്ഥയിലേക്ക് മാറാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഡോക്ടർ, ഈ ഓർത്തോബയോളജിക് ഇഞ്ചക്ഷൻ എന്നൊക്കെ അറിയപ്പെടുന്നതും ഇതേ ട്രീറ്റ്മെന്റുകൾ തന്നെ? ഓർത്തോബയോളജിക് എന്ന് പറഞ്ഞൊരു അംബ്രല്ല ടേമാണ്, ഒരു വലിയൊരു ടേമിന്റെ ഉള്ളിൽ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കോസ്റ്റും ഉൾപ്പെടുന്ന രീതിയിൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർത്തോബയോളജിക്കാണ് ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. പിന്നീട് കുറച്ചധികം ലാബുകൾ വരികയും സ്റ്റെം സെൽ തെറാപ്പി ഒക്കെ കുറച്ചും കൂടിയും ഇലാബറേറ്റ് ആയിട്ട് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായും സ്റ്റെം സെൽ തെറാപ്പി ആയിരിക്കും ഇനി അപ്കമിങ്, അതായത് പുതിയൊരു ജനറേഷനിലേക്ക് ഏറ്റവും കൂടുതലായി വരിക. പുതിയതായി വരാൻ പോകുന്ന ഒരു ചികിത്സാ രീതി വന്നു, ഒരുപാട് വന്നു. പക്ഷേ വ്യാപകമാകണമെങ്കിൽ എപ്പോഴും ഒരു കോസ്റ്റിന്റെ ഒരു കോസ്റ്റ് ബെനിഫിറ്റിന്റെ ഒരു വിഷയം കൂടി അതിൽ നിന്ന് വരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പം നമ്മളിപ്പോ വേദനകളെ പറ്റി പറയുമ്പോൾ, പ്രത്യേകിച്ചും ഓർത്തോ റിലേറ്റഡ് വേദനകളെ പറ്റി പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ടെൻഡൻസ് അല്ലെങ്കിൽ കാർട്ടിലേജ് ഇങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന സംഭവങ്ങളാണ്. ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നു കഴുത്തിന്റെ വേദനകളുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഇതേ വിഷയങ്ങൾ തന്നെയാണോ വരാറുള്ളത്? കഴുത്തിലുള്ള വേദനകൾക്കും ഇതേ പ്രശ്നങ്ങൾ തന്നെ? അതായത് കഴുത്തിലുള്ള സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ രണ്ട് കശേരികളുടെ ഇടയിൽ ഒരു ഡിസ്ക് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു ജോയിന്റ് അല്ല അവിടെ വരുന്നത്. പിന്നീട് കാർട്ടിലേജ് ഉൾപ്പെടുന്ന ഒരു ജോയിന്റ്, കാർട്ടിലേജ് ഒരു കുഷൻ എഫക്ട് നൽകുന്ന ജോയിന്റുകൾക്കാണ് ഇത് കൂടുതൽ ഫലപ്രദമായിരിക്കുക. ഇപ്പോ നമ്മൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഡിസ്കിന്റെ സൈഡിലുള്ള ഫേസഡ് ജോയിന്റുകൾ എന്ന് പറയുന്ന കുഞ്ഞു ജോയിന്റുകൾ ഉണ്ട്. പക്ഷെ അവിടെ ആ ജോയിന്റിന്റെ പത്തോളജി അല്ലെങ്കിൽ ജോയിന്റിന്റെ രോഗം മാറ്റിക്കൊണ്ട് നമുക്ക് ആ രോഗം മാറ്റേണ്ട സാഹചര്യം ഇല്ല. അപ്പോൾ കഴുത്ത് വേദനയ്ക്കും നടുവേദനയ്ക്കും ഒന്നും PRP എന്ന് പറയുന്ന ഒരു തെറാപ്പി അധികം ഫീസിബിൾ ആയിരിക്കില്ല. പെരിഫറൽ ജോയിന്റുകൾ, അതായത് തോൾ സന്ധി, ഷോൾഡർ ജോയിന്റ്, നീ ജോയിന്റ്, എൽബോ, റിസ്റ്റ്, ആംഗിൾ ജോയിന്റ്, അപ്പോൾ അങ്ങനെയുള്ള ജോയിന്റുകൾക്കായിരിക്കും നമുക്ക് കൂടുതലായിട്ട് PRP നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. തോളെല്ലുകളിലെ വേദന കുറച്ച് കോമൺ ആയിട്ടൊക്കെ നമ്മൾ തോളെല്ലുകൾ ഈ പറഞ്ഞതുപോലെ തന്നെ മുട്ടിലെ തേയ്മാനം പോലെ തന്നെ ഷോൾഡർ ജോയിന്റിന്റെയും ഒരു കാർട്ടിലേജ് ഉൾപ്പെടുന്ന കുഷൻ എഫക്ട് നൽകുന്ന ഒരു ജോയിന്റ് തന്നെയാണ്. അപ്പൊ അതിന് പല പല റീസൺസ് ഉണ്ട്. അതായത് അവിടെയുള്ള അപ്പുറത്തുള്ള മസിൽസിന്റെ ഇൻസേർഷൻ വരുന്ന സൂപ്രസ്പൈനറ്റേഴ്സ് പോലെയുള്ള ടെൻഡന്റെ ഇഞ്ചുറികൾ മൂലം വരാം. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള കാർട്ടിലേജിന്റെ തേയ്മാനം കൊണ്ടുവരാം. പിന്നെ ഷുഗറുള്ള രോഗികളിൽ അഡസീവ് കാപ്സുലൈറ്റിസ്, ഫ്രോസൺ ഷോൾഡർ പറഞ്ഞ പോലെ അവസ്ഥകൾ വരാം. അതിൽ നമ്മളത് എല്ലാവരിലേക്കും ഒരു PRP തെറാപ്പി ഒരു എല്ലാ ഡിസീസിനും സോൾവ് ചെയ്യുന്ന ഒരു മാന്ത്രിക മരുന്ന് എന്നുള്ള രൂപത്തിലല്ല, ആ രോഗാവസ്ഥയ്ക്ക് അത് സ്യൂട്ടബിൾ ആണോ എന്നൊരു ഫിസിഷ്യന്റെ സഹായത്തോടു കൂടി ഒരു തീരുമാനം എടുത്താൽ മാത്രമാണ് നമുക്ക് ആ രോഗിയിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പം വേദനകൾ മാറും എന്നുള്ള വിശ്വാസത്തിൽ 100% PRP എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ, അതായത് നമ്മൾ അവിടെ ഒരു ടെൻഡൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ, ഒരു കാർട്ടിലേജ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഒരു ക്ലിനീഷ്യന്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു PRP ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാറ്റം വരുത്തുവാൻ വേണ്ടി സാധിക്കും. പക്ഷേ വേറൊരു അവസ്ഥ, ഒരു എല്ല് പൊട്ടിയ അവസ്ഥയോ അല്ലെങ്കിൽ നമുക്ക് PRP കൊണ്ട് ചികിത്സിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു മിസ്മാനേജ്മെന്റ് എന്ന രൂപത്തിൽ അവിടെ ഒരു PRP ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന ഒരു ഇംപ്രൂവ്മെന്റ് പ്രയോജനം ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ കൈത്തണ്ടയിൽ അല്ലെങ്കിൽ ആംഗിളുകളിലൊക്കെ വരുന്ന വേദന എന്ന് പറയുമ്പോൾ ഇതൊക്കെ മിക്കവാറും പലപ്പോഴായി പല സമയങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായി പരിശോധിച്ച് മറ്റു കാരണങ്ങളല്ല എന്ന് ഉറപ്പുവരുത്തി PRP മൂലമാണ് എന്ന് അതെങ്ങനെയാണ് നമ്മൾ വന്ന് കണ്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം വന്ന് കണ്ട് പരിശോധിക്കുന്ന ഒരു രൂപത്തിലായിരിക്കും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. കാരണം ഇപ്പോ മുട്ടിലുള്ള തേയ്മാനമാണെങ്കിൽ നമുക്ക് ഏകദേശം കോണിപ്പടി കയറുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഇറങ്ങുമ്പോഴൊക്കെ അല്ലെങ്കിൽ ചമ്രം പണിഞ്ഞിരിക്കുന്ന എന്ന് പറയുന്ന നിലത്തിരിക്കുന്ന അവസ്ഥയിലൊക്കെ നമുക്ക് മുട്ടുവേദന ഉണ്ടാകുമ്പോൾ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുന്നു. എക്സ്റേയിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു എല്ല് തേയ്മാനത്തിന്റെ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അത് ഗ്രേഡ് 1 2 ആണെങ്കിൽ നമുക്ക് PRP തെറാപ്പിയിലേക്ക് പോകാം. ഇനി അതിനേക്കാൾ ഉപരി നമ്മുടെ എന്താ പറയാ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് അത് നമ്മൾ ആ രോഗി നമ്മളോട് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ രോഗിയോട് തിരിച്ചു വരും പറയുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് വെക്കുന്ന ആ സമയത്ത് തന്നെ നല്ല വേദന ഉണ്ടാവുന്ന അവസ്ഥ, പിന്നെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ വേദന മാറുന്ന അവസ്ഥ. കാർപ്പൽ ടണലാണെങ്കിൽ നമ്മുടെ തള്ളവിരൽ ഉൾപ്പെടുന്ന തള്ളവിരൽ ചൂണ്ടുവിരലിലേക്കും തരിപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥ. ഇതെല്ലാം രാവിലെ സമയങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഉപ്പൂറ്റിയിലുള്ള വേദന, അതുപോലെ കാർപ്പൽ ടണൽ എന്ന് പറഞ്ഞാൽ കൈ തണ്ടയിലുള്ള തരിപ്പ്, ഈ അവസ്ഥയിലുള്ള അവസ്ഥകളൊക്കെ
ഈ നെർവിന്റെ നമ്മുടെ ഞരമ്പിന്റെ എഡിമ മൂലവും അതുപോലെ തന്നെ പ്ലാന്റർ ഫേഷ്യേറ്റീസ് ആണെങ്കിൽ ഈ പ്ലാന്റർ ഫേഷ്യ എന്ന് പറയുന്ന ഈ ടെൻഡന്റെ എഡിമ മൂലവുമാണ്. അത് എഡിമ എന്ന് പറയുന്ന നീർക്കെട്ട് മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതെല്ലാം കൂടുതലായി കാണപ്പെടുന്നത് രാവിലെ സമയങ്ങളിലാണ്. അപ്പോൾ രാവിലെ സമയങ്ങളിൽ കാണപ്പെടുന്ന ഒരു സ്റ്റിഫ്നെസ്സും രാവിലെ സമയങ്ങളിൽ കണ്ടുവരുന്ന ഒരു വേദന അത് കുറച്ച് നടന്നു കഴിഞ്ഞാൽ മാറുന്ന ഒരു രൂപത്തിലാണെങ്കിൽ കാണുന്ന ഉപ്പൂറ്റി വേദനകളൊക്കെ ആണെങ്കിൽ അത് ഒരു ടെൻഡിനോപ്പതി അഥവാ ടെൻഡന്റെ ഡീജനറേഷൻ അല്ലെങ്കിൽ കാർട്ടിലേജിന്റെ ഡീജനറേഷൻ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അത് നമുക്ക് അൾട്രാസൗണ്ടിലൂടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ആ ടെൻഡൻ നശിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഷോൾഡർ ജോയിന്റ് വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ ടെൻഡന്റ് നഷ്ടപ്പെട്ട ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അവിടെ PRP ഇഞ്ചക്ഷനിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ടെൻഡൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതാണ് PRP തെറാപ്പി. അത് നമുക്ക് ഒരുപാട് കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ നഷ്ടപ്പെട്ടു പോയി അത് സർജിക്കലി ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കുക എന്ന് പറഞ്ഞ ഒരു രൂപത്തിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫുട്ബോൾ പ്ലെയേഴ്സിനാണെങ്കിൽ മീഡിയൽ മെനിസ്കസ് എന്ന് പറയുന്ന ലിഗമെന്റ് ടയറൊക്കെ വന്നിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ, അത് രണ്ടുകൂടി തുന്നി കെട്ടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും സർജറി വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഗ്രേഡ് 3, 4 എത്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ ചിലപ്പോൾ സർജറിയിലേക്ക് പോകേണ്ടി വരും. പക്ഷേ തുടക്കത്തിലുള്ള അവസ്ഥകളൊക്കെ ആണെങ്കിൽ നമുക്ക് PRP തെറാപ്പിയിലൂടെ അഥവാ റീജനറേറ്റീവ് മെഡിസിൻ തെറാപ്പിയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സ്പോർട്സ് മെഡിസിനും ഒക്കെ അങ്ങനെ ഒരു വിഭാഗം തന്നെ ഉണ്ട്. അപ്പോഴും ഈ ടെന്നീസ് എൽബോ പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാലിനേൽക്കുന്ന പല പരിക്കുകളും, ഫുട്ബോൾ കളിയുടെ ഒക്കെ ഭാഗം, ഈ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നുണ്ടാകുന്ന വേദനകൾ നമുക്ക് ഈ പറഞ്ഞ പോലെ PRP ഉപയോഗിച്ച് മാറ്റാൻ സാധ്യമാണ്. PRP ഉപയോഗിച്ച് ഒരു 75% ഇങ്ങനത്തെ കേസുകൾ ഒരുപാട് PRP തെറാപ്പിയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം OPD ഫുട്ബോൾ കളിച്ചതുകൊണ്ട് നമ്മുടെ ഇടുപ്പിലേക്ക് ഗ്രോയിൻ ഇടുപ്പിലേക്ക് വേദനയുള്ളൊരു രോഗി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർ യൂസ് കൊണ്ട് നമ്മുടെ ആ മസിൽ നമ്മുടെ ബോണിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ ടെൻഡൻ എന്ന് പറയുക. ആ ടെൻഡൻ കുറെ നാൾ ഉപയോഗിച്ചത് കൊണ്ട് ആ ടെൻഡനിൽ ഒരു ക്ഷതം വരുന്ന അവസ്ഥയെയാണ് നമ്മൾ ടെൻഡിനോപ്പതി എന്ന് പറയുക. അപ്പോൾ അവിടെ ആ നഷ്ടപ്പെട്ടു പോകുന്ന ടെൻഡൻ വരുന്ന ഒഴിവുകളിൽ നീർക്കെട്ട് വരുന്ന അവസ്ഥയാണ് നമുക്ക് വേദന ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ നീർക്കെട്ട് മാറുവാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കും. അതിനുശേഷം ആ ഒരു ലിഗമെന്റിലേക്ക് നമ്മൾ ഈ പറയുന്ന PRP ഇഞ്ചക്ട് ചെയ്യുകയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ലിഗമെന്റ്സ് തിരിച്ചു വരും. അങ്ങനെയാണ് തിരിച്ചു തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത്. അതായത് നമ്മൾ PRP ഇഞ്ചക്ട് ചെയ്യുന്ന PRPയിൽ നമ്മൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളത് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. TNF ആൽഫ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഗ്രോത്ത് ഫാക്ടേഴ്സ് അവിടെ റിലീസ് ചെയ്യും. അവിടെ വരുന്ന സമയത്ത് ആദ്യം കുറച്ച് സമയങ്ങളിൽ അവിടെ ചിലപ്പോൾ ഒരു വേദന കൂടുന്നത് പോലെ ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എവിടെയാണോ ഇഞ്ചക്ട് ചെയ്തത് അവിടുത്തെ കോശങ്ങളുടെ അവിടുത്തെ ഉള്ള കോശങ്ങൾ അവിടെ ഉണ്ടാക്കുവാൻ വേണ്ടി ഇവർ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് PRP തെറാപ്പി. സ്റ്റെം സെൽ തെറാപ്പി ആണെങ്കിൽ അത് ആ കോശങ്ങൾ തന്നെ അവിടുത്തെ കോശങ്ങളായി മാറുകയാണ്. അതാണ് സ്റ്റെം സെൽ തെറാപ്പി. PRP തെറാപ്പി കൂടുതലും അവിടെയുള്ള കോശങ്ങളെ ഉപയോഗിച്ച് അവിടുത്തെ ഹീലിംഗ് കൂട്ടുവാൻ വേണ്ടിയിട്ടായിരിക്കും PRP തെറാപ്പി ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റെം സെൽ തെറാപ്പി ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് തോന്നുന്നു ഒരു മുട്ടുവേദനയൊക്കെ ഉള്ള കാർട്ടിലേജൊക്കെ നഷ്ടപ്പെട്ട ഒരാളുകൾക്കാണെങ്കിൽ അവിടെ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാർട്ടിലേജും പഴയ രീതിയിലുള്ള മുഴുവനായിട്ടുള്ള കാർട്ടിലേജൊക്കെ തിരിച്ചു വരാൻ പക്കത്തിലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് വാതിലിക്കൽ വന്നു നിൽക്കുന്നുണ്ട്. പക്ഷെ അത് അവൈലബിലിറ്റി ഒരു വിഷയമാണ്. എനിക്ക് എന്റെ ഷോൾഡറില് ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഏകദേശം ഇപ്പൊ 50 വയസ്സ് കഴിഞ്ഞ് എപ്പോഴും കളിക്കാറുണ്ട്. ഫുട്ബോൾ കളിക്കുമ്പോഴാന്ന് തോന്നുന്നുണ്ട് ഷോൾഡറില് ഉള്ളില് പരിക്ക് പറ്റി. ഞാൻ ഡോക്ടറെ കാണിച്ചു. അവര് ഒരു കീ ഹോൾ സർജറി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോ അത് ഈ ട്രീറ്റ്മെന്റില് സർജറി ഇല്ലാണ്ട് അകറ്റാൻ പറ്റുമോ അറിയാൻ വേണ്ടിയിട്ട്. അതില് എന്താണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് അവര് പറഞ്ഞത്? എന്തെങ്കിലും ടെൻഡന്റ് ടയർ വന്നു എന്നാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതിന് ഒരു കീറില് പറ്റിയെന്ന് പറഞ്ഞത്. അതിന്റെ നമ്മുടെ ഈ ഒരു ബോള് ഷോൾഡറിന്റെ അത് ഫിക്സ് ചെയ്യുന്ന ഒരു ഇതിന് കീറില് പറ്റിയെന്ന് പറഞ്ഞത്. ടീയർ അതായത് സൂപ്പർ സ്പൈനൈറ്റിസ് പോലെയല്ല, ഈ റൊട്ടേറ്റർ കഫ് അല്ലെങ്കിൽ മസിലിന്റെ മസിലിന്റെ ടയർ വന്നിട്ടുള്ളത്. അത് നമ്മളൊരു ഗ്രേഡ് 1, 2 എന്ന രൂപത്തിലാണെങ്കിൽ നമുക്ക് അവിടെ PRP ഇഞ്ചക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ റീജനറേഷൻ സഹായകമാകും. പക്ഷേ ഇത് നിങ്ങളോട് കീഹോൾ സർജറി അഡ്വൈസ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് അതിനെ
നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതൊരു ഓർത്തോപെഡീഷ്യന്റെ അല്ലെങ്കിൽ വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അതിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരാളുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അതൊരു കീ ഹോൾ സർജറി വേണ്ടി വന്നിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഗ്രേഡ് 3 or 4 ഉള്ള ഒരു ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ PRP തെറാപ്പിയുടെ പരിമിതികൾക്ക് പുറമേ ആയിരിക്കും ഉണ്ടാവുക. അതല്ല നമുക്കൊരു ഞാന് സർജറി പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടില്ല. ഞാൻ എനിക്കിപ്പോ 2 മാസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞേ. അത് കുറച്ച് നീണ്ടുപോയതുകൊണ്ട് കുഴപ്പമുണ്ടോ? അങ്ങനെ നീണ്ടുപോകുമ്പോൾ ഉള്ള വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേഡ് 3 കൂടുതലുള്ള സൂപ്പർ സ്പൈനൈറ്റിസ് ടയർ ഒക്കെ ആണെങ്കിൽ ആ ടയർ വന്ന ഭാഗത്ത് നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂ അഥവാ ഫാറ്റ് വന്ന് അക്യുമുലേറ്റ് ചെയ്തിട്ട് ബാക്കി ഒരു 3rd degree ടിയർ ഒക്കെ വന്നൊരു അവസ്ഥയാണെങ്കിൽ ആ ബാക്കി 2 ടെൻഡിന്റെ അറ്റം കൂടുതൽ പിന്നീട് സർജറി ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അതിന്റെ ഇടയിൽ ഫാറ്റും കാൽഷ്യം വന്ന് അക്യുമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് സർജറിയും പറ്റില്ല, PRP തെറാപ്പിയും പറ്റില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തീരെ സർജറിക്ക് വില്ലിങ് അല്ലെങ്കിൽ ഒരു PRP തെറാപ്പിയുടെ ഒരു ട്രീറ്റ്മെന്റ് എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രൂപത്തിലാണ് അത് ചെയ്യാൻ വേണ്ടി സാധിക്കുക. പക്ഷെ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു ഗ്രേഡ് 3 കൂടുതൽ ഒരു ടിയർ ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അത് യു ഹാവ് ടു ഗോ ഫോർ മീൻസ് നിങ്ങൾ സർജറിക്ക് വേണ്ടി പോകേണ്ടി വരും.